നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കാഞ്ഞാണി ഏനാമാവ് ഗുരുവായൂർ റൂട്ടിൽ KSEB 110 സബ്സ്റ്റേഷനടുത്ത് അപകടകരമായ വലിയ കുഴികളിൽ അപകടം പതിവാകുന്നു. അപകടകരമായ കുഴികളിൽ പ്രതീകാത്മകമായി തെങ്ങിൻ തൈ വെച്ചുകൊണ്ട് കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം INTUC ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ വാസു വളാഞ്ചേരി, ജോസഫ് പള്ളിക്കുന്നത്ത്, സ്റ്റീഫൻ നീലങ്കാവിൽ, ഷോയ് നാരായണൻ, ജോജു തൈക്കാനത്ത് എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് 13-ാം വാർഡിലെ വെള്ളക്കെട്ടിനെതിരെ BJP പ്രതിഷേധം. സജീവൻ മെമ്മോറിയൽ റോഡിന്റെ പരിസരത്ത് കാലങ്ങളായി ഉണ്ടായിരുന്ന 2 തോടുകളും അനുബന്ധമായ കലുങ്കും നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. ഉത്തരവാദപ്പെട്ടവരുടെ കഴിവില്ലായ്മയും സ്വജനപക്ഷപാതത്തിന്റെയും ഫലമാണ് 20ഓളം വീടുകൾ വെള്ളക്കെട്ടിലായതെന്നും BJP പ്രവർത്തകർ ആരോപിച്ചു. രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം റോഡിന്റെ വശങ്ങളിൽ കാന നിർമ്മിക്കുവാൻ ഫണ്ട് പാസായെങ്കിലും ഇതുവരെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. BJP 13-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം BJP മണ്ഡലം ജനറൽ സെക്രട്ടറി സേവൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു 25ഓളം വീടൊക്കെ ഉണ്ടാവും അല്ലേ? 25ഓളം വീടുകൾ വെള്ളക്കെട്ടിലായിരിക്കുകയാണ്. ഇത് വർഷാവർഷങ്ങളിൽ ഈ ദുരിതം എല്ലാ വർഷവും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ളൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളുടെ വാർഡ് മെമ്പർ അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനമാണ്. കാരണം ഇവിടെ ഈ വെള്ളക്കെട്ട് വരുന്നതിന് കാരണം ഈ വെള്ളം ഒഴുകി പോകുവാൻ ഈ പറമ്പിൻ്റെ 2 സൈഡിലൂടെയും തോടുണ്ടായിരുന്നു. പൊതു ഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവാക്കിക്കൊണ്ട് പണിത കലുങ്കുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു സ്വാർത്ഥതയുടെയും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സ്വാർത്ഥതയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഭാഗമായിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായി ഈ വെള്ളം ഒഴുകി പോകുവാനുള്ള ഈ തോടുകളൊക്കെ തന്നെ തൂർക്കുകയും പഞ്ചായത്ത് സർക്കാർ ഫണ്ട് ചെലവാക്കി പണിത കലുങ്കുകളടക്കം തൂർത്ത് കളഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. വാർഡ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി, സൗമ്യൻ നെടിയിരിപ്പിൽ, ധനീഷ് മഠത്തിൽ പറമ്പിൽ, ഷൈജു കൊട്ടുക്കൽ, സജിത സുഭാഷ്, ബിജു കോലാട്ടുപുരയ്ക്കൽ, രശ്മി ബിജു എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഉണ്ണിക്കണ്ണന് സ്നേഹസമ്മാനമായി റേഡിയോ നൽകി. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് ശാരീരിക അവശത അനുഭവിക്കുന്ന ഉണ്ണിക്കണ്ണന് റേഡിയോ നൽകിയത്. തുടർന്നും കിടപ്പു രോഗികൾക്ക് റേഡിയോ നൽകുമെന്ന് NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് അറിയിച്ചു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക മിനിജ, PTA പ്രസിഡന്റ് PSP നസീർ, അധ്യാപകരായ രഘുരാമൻ, EB ഷൈജ, NSS വോളണ്ടിയർ ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ പ്രജ്ഞാൻ 2024 സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ L രമ്യ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ C ബിന്ദു, സ്കൂൾ അക്കാദമിക് ഡയറക്ടർ TR വിജയം, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ്, വെൽഫെയർ വൈസ് പ്രസിഡന്റ് ദിവ്യ രമേശ്, VA ഷോണിമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 25 സ്റ്റാളുകളിലായി ലോകത്തിന്റെ നാളത്തെ വാഗ്ദാനങ്ങളായ ശാസ്ത്ര പ്രതിഭകൾ മാറ്റുരച്ച പ്രദർശന മത്സരങ്ങൾ നടന്നു. കണ്ടശങ്കടവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സഹായ വിതരണം ചെയ്തു. ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ ലഭിച്ച ആനുകൂല്യമായ 11 ലക്ഷം രൂപ പരേതനായ KA ആന്റുവിന്റെ കുടുംബത്തിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ കൈമാറി. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ്, ജില്ലാ സെക്രട്ടറി CL റാഫേൽ, യൂണിറ്റ് പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത്, ജനറൽ സെക്രട്ടറി വർഗീസ് P ചാക്കോ, ട്രഷറർ PS സൂരജ് എന്നിവർ പങ്കെടുത്തു. ഇതോടുകൂടി ഗ്രാമി ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.